സ്ക്രീനിൽ ക്വസ്റ്റ്യൻ കാണാം, ആരും ക്വസ്റ്റ്യൻ കോപ്പി ചെയ്യേണ്ടതില്ല കേട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഇമ്പോർട്ടൻസ് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. എനി 4 ഏതെങ്കിലും 4 പോയിന്റ്സ് എഴുതിയാൽ നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും 4 പോയിന്റ് എഴുതുക കേട്ടോ. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഇമ്പോർട്ടൻസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ പ്ലൂറൽ നൗൺ. സ്റ്റാറ്റിസ്റ്റിക്സ് ഡിഫൈൻ ചെയ്യുക, അത് പ്ലൂറൽ നൗണിലുള്ള ഡെഫിനേഷൻ ആണ് എഴുതേണ്ടത് കേട്ടോ. അപ്പൊ അതിന് 2 മാർക്കാണ്. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ്. ും 4 പോയിന്റ് കറക്റ്റ് ആണെങ്കിൽ 4 പോയിന്റ് മതി കേട്ടോ. ഇഷ്ടമുള്ള 4 പോയിന്റ് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? ഓരോ പോയിന്റ് 2 മാർക്ക് വെച്ച് 8 മാർക്ക് കൊടുക്കാം കേട്ടോ. ഓരോ പോയിന്റ് 2 മാർക്കാണ്. എക്കണോമിസ്റ്റിന്റെ കൈകളിൽ ഇന്നവൈറ്റബിൾ ടൂൾ, ഒഴിവാക്കാനാവാത്തൊരു ടൂളാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. എക്കണോമിക് പ്രോബ്ലം മനസ്സിലാക്കാൻ സ്റ്റാറ്റിസ്റ്റിക്സ് സഹായിക്കുന്നു. ന്യൂമറിക്കൽ കോംപ്ലക്സ് ആയിട്ടുള്ള ന്യൂമറിക്കൽ ഡാറ്റയെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ സ്റ്റാറ്റിസ്റ്റിക്സ് സഹായിക്കുന്നു. വോളിയംനസ് ഡാറ്റാസിനെ, വലിപ്പമേറിയ ഡാറ്റയെ നമുക്ക് ചെറുതാക്കാനായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് സഹായിക്കുന്നു. ട്രെൻഡ് ആൻഡ് ടെൻഡൻസി മനസ്സിലാക്കാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ ഗവൺമെന്റിന് വേണ്ട പ്ലാനുകളും പോളിസീസും ഉണ്ടാക്കാനായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ ഒരു രാജ്യത്തിലെ എക്സ്പോർട്ടും ഇമ്പോർട്ടും തമ്മിൽ കമ്പയർ ചെയ്യാനായും സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള 4 പോയിന്റ്സ്, ഈ 7 പോയിന്റ്സിൽ 4 പോയിന്റ്സോ അല്ല ടെക്സ്റ്റ് ബുക്കിൽ ഏതെങ്കിലും 4 പോയിന്റ്സോ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 8 മാർക്ക് കൊടുക്കാം കേട്ടോ. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ ഇതാണ്. പ്ലൂറൽ ആയതുകൊണ്ട് ഇറ്റ് റെഫേഴ്സ് ടു ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്നോ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ എന്നോ കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 മാർക്ക് കൊടുക്കുക കേട്ടോ. മാർക്ക് ഒന്ന് ടോട്ടൽ ചെയ്യുക. പാരൻസിനെ കൊണ്ട് സൈൻ ചെയ്യുക. പേപ്പർ വേഗം സെൻഡ് ചെയ്യുക. 1 മിനിറ്റ് ടൈം.